സംസ്ഥാനത്തെ ഒരു നഗരസഭ നിലവിൽ വന്നിട്ട് 15 വർഷമായി. ഈ 15 വർഷത്തിനിടെ നഗരസഭ ഭരിച്ചത് 15 അധ്യക്ഷന്മാരാണ്. ചെയർമാനും ചെയർപേഴ്സണും ഒക്കെയായി 8 പേർ വന്നിട്ടുണ്ട്. 7 പേർ ആക്ടിംഗ് ചെയർമാൻമാരായിരുന്നു. പക്ഷേ കൂറുമാറ്റവും അധികാരത്തിനുള്ള പിടിവലിയുമായി ഒരാൾക്കും ആ അധ്യക്ഷ കസേരയിൽ ഒരു വർഷമെങ്കിലും ഒന്നുറച്ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ത്യാഗമാണല്ലോ എന്നോർക്കുമ്പോഴാണ് ഒരു മനസമാധാനം. കാണാം, എന്തതിശയമേ അധ്യക്ഷ കസേര, എത്ര മഹത്തരമേ. തൃക്കാക്കരയിൽ കണ്ടതുപോലുള്ള കസേരകളിയും കാലുമാറ്റവും സംസ്ഥാനത്തിന്റെ മറ്റൊരു നഗരസഭയും കണ്ടിട്ടുണ്ടാകില്ല. ചൂടുപിടിച്ച രാഷ്ട്രീയത്തിനപ്പുറം അല്പം കൗതുകമുള്ളതാണ് തൃക്കാക്കരയുടെ രാഷ്ട്രീയ ചിത്രം. തൃക്കാക്കരയിൽ നോക്കിയാൽ അധ്യക്ഷ പദവിയുടെ കാലയളവ് 1 വർഷമാണോ എന്ന് ആരും സംശയിച്ചു പോകും. കൂറുമാറ്റവും കസേരയ്ക്കുള്ള പിടിവലിയും തൃക്കാക്കരയിൽ നടന്നതുപോലെ സംസ്ഥാനത്ത് മറ്റെവിടെയും നടന്നിട്ടില്ല. 2010 പഞ്ചായത്തായിരുന്ന തൃക്കാക്കരയെ നഗരസഭയായി ഉയർത്തിയത്. അന്നു മുതൽ LDFും UDFും ഇവിടെ മാറി മാറി ഭരിക്കുന്നു. നഗരസഭ രൂപം കൊണ്ടപ്പോൾ കോൺഗ്രസിലെ PI മുഹമ്മദ് അലി ആയിരുന്നു ആദ്യ ചെയർമാൻ. മുന്നണി ധാരണ പ്രകാരം 2013 ഡിസംബറിൽ മുഹമ്മദ് അലി രാജിവെച്ച് ലീഗിലെ ഷെറീന ഷുക്കൂറിന് പദവി കൈമാറി. അധ്യക്ഷ പദവിയിൽ ഷെറീന 1 മാസം പോലും തികച്ചില്ല. 2014 ജനുവരിയിൽ ഷാജി വാഴക്കാല അധ്യക്ഷ പദവിയിലെത്തി. 11 മാസം കഴിഞ്ഞ് വീണ്ടും ഷെറീന ഷുക്കൂറിന് നറുക്കു വീണു. വെറും 20 ദിവസമായിരുന്നു അധികാരത്തിലിരുന്നത്. വീണ്ടും PI മുഹമ്മദ് അലി അധ്യക്ഷനായി. 2015 നഗരസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPIമിലെ KK നീനു അധ്യക്ഷയായി. അവിശ്വാസ പ്രമേയത്തിലൂടെ 2018 നീനുവിനെ പുറത്താക്കി കോൺഗ്രസിലെ മേരി കുര്യൻ അധ്യക്ഷ പദവിയിലെത്തി. MT ഓമന, ഷീല ചാരു, KT എൽദോ, ഉഷ പ്രവീൺ, അജിത തങ്കപ്പൻ, AA ഇബ്രാഹിംകുട്ടി, സ്മിത സണ്ണി, രാധാമണി പിള്ള തുടർന്നങ്ങോട്ട് അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുണ്ട്. കാലാവധി പൂർത്തിയാക്കാൻ കഴിയാത്തത് വികസന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ടെന്ന് തുറന്നു സമ്മതിക്കുകയാണ് നിലവിലെ അധ്യക്ഷ രാധാമണി പിള്ള. നാളേക്കുള്ളൊരു പ്രതീക്ഷയാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ അതുപോലെ വികസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഭൂരിപക്ഷം ഉണ്ടാവണം, എന്നാൽ മാത്രം നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ നമ്മുടെ ഗവൺമെന്റിന്റെ തീരുമാനം തന്നെ അതാണ്. അധികാര വടംവലിക്കുള്ള തിരിച്ചടി ജനവിധിയിലുണ്ടാകുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ. UDF ഒക്കെ ഏത് കാലത്തൊക്കെ പഞ്ചായത്തായിരുന്ന കാലഘട്ടത്തിൽ ഭരിച്ചിട്ടുണ്ടോ അവിടെ ലീഗിനും 5 ചെയർമാൻമാരുണ്ടാവും, വൈസ് ചെയർമാൻമാരുണ്ടാവും. കോൺഗ്രസിനും 5 വൈസ് ചെയർമാൻമാരുണ്ടാവും. അങ്ങനെ ഈ ഭരണം അവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നോക്കം നയിക്കുന്ന തരത്തിലുള്ള ഭരണസമിതിയായിട്ടാണ് മുന്നോട്ട് പോയത്. പുതിയ ഭരണസമിതി അധികാരത്തിലേറിയാൽ അധ്യക്ഷ പദവിക്ക് വേണ്ടി രാഷ്ട്രീയ നാടകം കാണേണ്ടി വരുമോ എന്ന കൺഫ്യൂഷനിലാണ് വോട്ടർമാരും. നിതിൻ അംബുജൻ, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.